റഷ്യൻ നിയന്ത്രണം തുടരുന്നതിൽ അമേരിക്കയ്ക്ക് അനുകൂല നിലപാടെന്ന സൂചന. പാരീസിൽ യുക്രൈൻ വിഷയം സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ യോഗം നടന്നിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ലഭ്യമാക്കിയ രേഖയിലാണ് ഇക്കാര്യമുള്ളത്. 2014 മുതൽ ക്രിമിയയുടെ നിയന്ത്രണം റഷ്യയ്ക്കാണ്. ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ദേവിക, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച്, ഈ അടുത്ത നിമിഷങ്ങളിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ക്രിമിയയുടെ നിയന്ത്രണം റഷ്യക്ക് തന്നെ തുടരാനുള്ള ഒരു അനുകൂല നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ പാരീസിൽ നടന്ന യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഈ യുക്രൈൻ വെടിനിർത്തൽ സംബന്ധിച്ച് നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന യുക്രൈനെ കൃത്യമായൊരു പിന്തുണ തന്നെയാണ് നൽകുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പാരീസിൽ ഇക്കാര്യം ചർച്ച ചെയ്യാനുള്ള ഒരു നീക്കമുണ്ടായതും ഈ യോഗത്തിൽ മാർക്കോ റൂബിയോ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തത്. മാർക്കോ റൂബിയോ നേരത്തെ റഷ്യയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് വളരെ കൃത്യമായി റഷ്യയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് ക്രിമിയയുടെ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാടാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത്. സെലൻസ്കിയുടെ നിലപാടനുസരിച്ച് ഇത്തരത്തിൽ തങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത ഈ പ്രദേശം പിടിച്ചെടുത്തത് അനുവദിക്കാനാവില്ല എന്ന നിലപാടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലാണ് ഈ ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ റഷ്യ യുക്രൈൻ സംഘർഷം ഉടലെടുക്കാൻ 3 വർഷം മുമ്പ് ഈ പ്രശ്നമായി യുദ്ധം ഉടലെടുക്കാൻ ഉണ്ടായ സാഹചര്യം 2 പ്രവിശ്യകൾ സംബന്ധിച്ചായിരുന്നുവെങ്കിൽ ആ പ്രവിശ്യകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ ഗൗരവതരമായ എന്തെങ്കിലും നിരീക്ഷണം അക്കാര്യത്തിലും ഉണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മാധ്യമങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ക്രിമിയയുടെ കാര്യത്തിൽ ഒരു നിലപാടുണ്ട് അമേരിക്കയ്ക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ഒരു നിലപാട് വളരെ കൃത്യമായി ട്രംപ് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിന്ന്, ഈ യുക്രൈൻ റഷ്യ സംഘർഷ വിഷയത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ തോതിലുള്ള ഉപരോധങ്ങളിലേക്ക് അമേരിക്ക കടക്കും ഇത്തരത്തിലൊരു എന്തെങ്കിലും നടപടി ഉണ്ടായാലെന്ന പ്രത്യക്ഷമല്ലാത്ത സൂചനയും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്.